ഇപ്പോൾ വ്യാജ തരീഖത്തുകാര് പലരും അവരുടെ തരീഖത്ത് പ്രചരിപ്പിക്കുന്നത് ഈ ജിന്നുകളെ പല രൂപത്തിലും അയച്ചുകൊണ്ടും ജിന്ന് മുഖേന പല സ്വപ്നങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുമാണ്. മുസ്ലിമുകൾ നന്നായി ആ വിഷയത്തിൽ ജാഗരൂകരാകണം, ജാഗ്രതയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. ഞാൻ പറഞ്ഞ വാചകം ശരിക്കും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ, ഏതോ ഒരുത്തനെ കണ്ടാലിരുന്നല്ല ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഒരിക്കലും പിശാചിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപാന്തരപ്പെടാൻ കഴിയില്ല. പിശാചിന് പല രൂപാന്തരപ്പെടാൻ കഴിയും. പിശാചി എന്ന് പറഞ്ഞാൽ ജിന്ന്, കാനമിനൽ ജിന്നി എന്നല്ലേ ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞത്. ജിന്ന് എന്ന് പറഞ്ഞ സാധനം തന്നെ അങ്ങനെയാണ്, അതിന് പല രൂപാന്തരപ്പെടാൻ കഴിയും. അത് ജിന്നിന്റെ ഒരു സ്വഭാവമാണ്. അഹ്കാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാൻ എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട്, ബദറുദ്ദീൻ അശ്ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഗ്രന്ഥമാണ്. ഞാൻ ആ പേര് ആദ്യമായി കേട്ടത് താജുൽ ഉലമയിൽ നിന്നാണ്. പിന്നീട് ഞാൻ ആ കിതാബ് ഏകദേശം എല്ലാ ഭാഗവും ഏകദേശം ഒരു 30 കൊല്ലം മുമ്പ് പൂർണ്ണമായി നോക്കി. അന്ന് സിദ്ധന്മാര് വല്ലാതെ സിദ്ധന്മാരിറങ്ങിയ കാലം. അപ്പൊ ഈ മാധ്യമ പത്രം പോലെയുള്ള പത്രങ്ങൾ ഔലിയാക്കളെയും കറാമത്തിനെയും നിഷേധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജന്മാരായ സിദ്ധന്മാർ അവരുടെ കുറെ റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് സാധാരണക്കാർക്കിടയിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം. അന്ന് കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ ഒന്നാമത്തെ പള്ളിയായ സിറാജുൽ ഹുദ ടൗണിലെ ജുമാ മസ്ജിദ്, ആ മസ്ജിദ് നിർമ്മിച്ച കാലമാണ് 994-95 കാലമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അന്ന് ഏകദേശം 30 കൊല്ലം മുമ്പ് ഞാൻ അന്ന് ഒരു പ്രസംഗം നടത്തി. സിദ്ധന്മാരും ജിന്നുകളും ഇപ്പോഴും പഴയ എന്റെ കേസറ്റുകൾ സൂക്ഷിച്ച വീടുകളിൽ ആ കേസറ്റുകൾ ഉണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സിദ്ധന്മാരും ജിന്നുകളും. കാരണം ഔലിയാക്കൾ വേറെ, കറാമത്ത് വേറെ, സിദ്ധന്മാര് വേറെ. ആ സിദ്ധന്മാർ അവര് കാണിക്കുന്ന അത്ഭുതങ്ങൾ വേറെ. രണ്ടും വേർതിരിച്ചറിയൽ അനിവാര്യമാണ്. അന്ന് ഏകദേശം 4 മണിക്കൂറോളം ഞാൻ പ്രസംഗിച്ച കേസറ്റ്, പഴയ കേസറ്റ്. അന്ന് ഞാൻ അഹ്കാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാൻ എന്ന കിതാബ്, അത് ഏകദേശവും ഞാൻ അന്ന് നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നമുക്ക് കാണാം അഹ്കാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാൻ എന്ന കിതാബിൽ ഹിജ്റ 769 വഫാത്തായ ബദറുദ്ദീൻ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി അശ്ശിബിലി എന്ന മഹാന്റേതാണ് ആ ഗ്രന്ഥം. അതിൽ നമുക്ക് കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് രണ്ട് പാമ്പുകൾ, ആ പാമ്പുകൾക്കിടയിൽ ആണെന്ന് മനസ്സിലാകുന്നു. ഒരു വലിയ ഘോരമായ പോരാട്ടം നടത്തുന്ന വിധം പുകയും അതുപോലെ പൊടിയുമൊക്കെ പറഞ്ഞു. പിന്നെ കണ്ടത് എന്താണ്? ഒരു പാമ്പ് അവിടെ നിന്ന് താഴെ ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ ആ പാമ്പ് അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ദാക അംർ ഇബ്നുൽ ജുമാന. അത് അംർ ഇബ്നുൽ ജുമാന എന്ന പേരുള്ള ഒരു ജിന്നാണ്. വാഫിദു നസീബീൻ, നസീബീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജിന്നുകൾ വന്ന് എന്നിൽ ഖുർആൻ കേട്ടിട്ടുണ്ട്. ആ ജിന്നുകളിൽപ്പെട്ട ഒരു ജിന്നാണ് അശ്ശാമിയ, ശാം ഭാഗത്തുള്ളവർ. ഒരു നസ്രാനിയായ ജിന്ന് മിസ്സൻ ഇബ്നു ജൗസൻ എന്നാണ് അവന്റെ പേര്. അവർ തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ്. അങ്ങനെ അംർ ഇബ്നുൽ ജുമാനയെ ആ നസ്രാനിയായ ജിന്ന് കൊന്നുകളഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ഒരു തട്ടുകുതിരയുടെ ഓവർഗഴതിയുടെ പുറത്തിങ്ങനെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത്
കുറെ ആൾക്കാരും അവിടെ പെട്ടെന്ന് മഹാനവരുകൾ കാണുന്നു ഒരു പാമ്പ് അവിടെ ജീവൻ പൊരിക്കാൻ വഴിയുടെ ആ വാഹനപ്പുറത്ത് പുറത്തിറങ്ങി എന്നിട്ട് പറഞ്ഞു ഇത് ഖബർ വയ്ക്കണം. ഖബർ വെച്ചു. എന്നിട്ട് മഹാനവറുകൾ അതിനെ തുണിയിൽ പൊതിഞ്ഞ് ആ പാമ്പിനെ അവിടെ മറവിച്ചു. പിന്നീട് അങ്ങോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ ഒരു ശബ്ദം കേട്ടു, യാ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷം പറയുന്ന ഒരു ശബ്ദം. എന്നിട്ട് പറഞ്ഞു, അന വസാഹിബി ഹാദാ അല്ലദീ ദഫൻതുഹു, നിങ്ങൾ ഈ മറവ് ചെയ്ത എന്റെ കൂട്ടുകാരൻ ആനിഫൻ ഇപ്പോ മിനൻ നഫരി മിനൽ ജിൻ, അത് ജിന്നുകളിൽപ്പെട്ടതാണ്. അല്ലദീ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വഇദ് സർഫനാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ, ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കാൻ ജിന്നുകളെ അങ്ങയുടെ അടുക്കലേക്ക് നമ്മൾ അയച്ചു അല്ലാഹു തആല പറഞ്ഞില്ലേ. ആ ജിന്നുകളിൽപ്പെട്ട ഒരു ജിന്നാണ് അത്. ഫലമ്മാ അസ്ലംനാ, ഖുർആൻ കേട്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളായി. ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടും ബിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസാഹിബി അൽ മദ്ഫൂൻ, നിങ്ങൾ മറവ് ചെയ്ത എന്റെ ഈ കൂട്ടുകാരനെ സംബന്ധിച്ച് പറഞ്ഞു, സതമൂതു ഫീ അർദിൻ വഖബത്തിൻ, നിങ്ങൾ ആളുകളില്ലാത്ത ഒരു ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും. യദ്ഫനുക ഫീഹാ യൗമൈദിൻ ഖൈറു അഹ്ലിൽ അർദ്, അന്ന് ഭൂമിയിലുള്ള ജനങ്ങളിൽ ഏറ്റവും നല്ല ഒരു മഹാൻ നിങ്ങളെ മറമാടും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേവലം ഒരു രാഷ്ട്രീയക്കാരൻ അല്ല, മറിച്ച് ഭരണം നടത്തുമ്പോൾ ഭരണത്തെ ആഗ്രഹിക്കാത്ത ആളാണ്. അതേസമയം ഏറ്റവും വലിയ നീതി പുലർത്തിയ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ, എന്നല്ല അല്ലാഹുവിന്റെ ദീൻ എവിടെ കേടുവരുന്നുണ്ടോ അവിടെ എല്ലാം ക്ലിയറാക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച മുജദ്ദിദുകളിൽപ്പെട്ട ഒരു മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് ആ കാര്യം ചെയ്തത്. ഈ ജിന്ന് തന്നെയാണ് ഇത് വിളിച്ചു പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പുലർച്ചയാ. സുഹൃത്തുക്കളെ, അപ്പോ ജിന്നുകൾ അത് പല രൂപത്തിലും പല നിലക്കും വരും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആരും ക്ലിപ്പാക്കല്ലേ, പേരോട് ഇപ്പൊ മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ തുടങ്ങി പറഞ്ഞിട്ടുണ്ടോ? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു. ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ അടുക്കൽ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ ഒരാൾ വരുന്നു നിസ്കരിക്കുമ്പോൾ. എന്റെ നിസ്കാരത്തിൽ ആലോചിച്ചു, പണ്ടങ്ങാനും വഫാത്തായി പോയ ഉസ്താദ് നിസ്കരിക്കുമ്പോൾ അടുത്ത് വന്ന് നിസ്കാരം ആകെ അല്ലത്താവൂലേ, നിസ്കാരത്തിന്റെ ശ്രദ്ധ മുഴുവൻ മാറൂലേ. അപ്പൊ ഉസ്താദ് ഇങ്ങനെ വരുന്നു, എന്റെ അടുക്കൽ വന്നിങ്ങനെ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയാണ്, കാന ശൈത്താനു ലാ യസാലു യതസയ്യനു ലീ ഇദാ ഖുംതു ഇല സ്വലാത്തി ഫീ സൂറത്തി ഇബ്നു അബ്ബാസ്. എന്റെ ഉസ്താദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തി രൂപത്തിലാണ് വരുന്നത്. ഞാൻ ഓർമ്മിച്ചു ഫദകർതു ഖൗല ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ വാക്ക് തന്നെ എനിക്ക് ഓർമ്മ വന്നു. ഫജഅൽതു ഇൻദി സികീനൻ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ലൊരു കത്തി കൊണ്ടുവന്ന് വെച്ചു. ഫതസയ്യന ലീ, അവനതാ നല്ല ജോറായിട്ട് ഉസ്താദിന്റെ കോലത്തിൽ വന്നിരിക്കുന്നത്. ഫഹമൽതു അലൈഹി ഫദഅൻതുഹു, ഞാൻ ആ കത്തി എടുത്ത് ഒരു കുത്തു കൊടുത്തു. ഉസ്താദിന്റെ കോലത്തിൽ വന്നാൽ ഞാൻ വിശ്വസിക്കൂ? ഇപ്പോൾ വ്യാജ തരീഖത്തുകാര് പലരും അവരുടെ തരീഖത്ത് പ്രചരിപ്പിക്കുന്നത് ഈ ജിന്നുകളെ പല രൂപത്തിലും അയച്ചുകൊണ്ടും ജിന്ന് മുഖേന പല സ്വപ്നങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുമാണ്. മുസ്ലിമീങ്ങൾ നന്നായി ആ വിഷയത്തിൽ ജാഗരൂകരാകണം, ജാഗ്രതയുള്ളവരാണ്. മിനൽ ജിന്നത്തി വന്നാസ് എന്ന് വെറുതെ അല്ല, സൂറത്തുൻ നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അതെ, ഞാൻ കൊടുത്തു ഒരു കൂത്ത്, ഒരു കൂത്ത് കൊടുത്തു ഞാൻ. ഒരൊറ്റ വീഴല് വീണതാ. പിന്നെ സാധാരണ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉസ്താദുമില്ല, ശിഷ്യനുമില്ല, ഒരാളുമില്ല.
പോയ വഴി കണ്ടിട്ടില്ല. ജിന്നുകളെ നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. ഇപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോ ഈ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാവും. ജിന്നുകളെ പേടിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റും? അങ്ങനെ ഒരാളെയും പേടിച്ചിട്ട് ദീന് പറയാതിരിക്കൂല. ദീന് പറയും ജിന്നുകളെ കൂട്ടത്തിൽ ജിന്നുകളിൽ സാലിഹീങ്ങളായ ജിന്നുകളുണ്ട്, നല്ല ജിന്നുകൾ ഉണ്ടാവും, ജിന്നുകൾ ഉണ്ടാവും, നല്ല ജിന്നുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിൽ എല്ലാ ജാതിയും ഉണ്ടാവും. ഇമാമിങ്ങൾ തഫ്സീർ പറഞ്ഞില്ലേ, ജിന്നുകളുടെ കൂട്ടത്തില് എല്ലാ സൈസും ഉണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം സുദ്ദി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം ജിന്നുകളുടെ കൂട്ടത്തിൽ ഏതെല്ലാം ജാതിയുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തിൽ മുഅ്തസിലത്തുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തില് അതേ ശിയഅത്തിന്റെ ശിയാക്കളുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തില് ഖവാരിജികളുണ്ട്. എല്ലാ ജാതിയും ജിന്നുകളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏതെല്ലാം ജാതി ഉണ്ടോ അതൊക്കെ ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുദ്ദി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ജിന്നുകളുടെ കൂട്ടത്തിൽ മുജാഹിദുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിൽ അജത്തീകത്തുകാരുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തില് എല്ലാ പിഴച്ച കക്ഷികളും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ തരീഖത്തുകളാണ്, വഴികളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ആ ജിന്നുകൾ പല രൂപത്തിലും വരും. വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വന്നു നോക്കപ്പെട്ട മൂപ്പര വാഹനത്തിന്റെ മുകളിൽ ഒരു ആകെ രണ്ട് ചാണ മാത്രം നീളമുള്ള ഒരു ചങ്ങാതി ഇരിക്കുന്നു. 2 ചാണ നീളം, അങ്ങനത്തെ ഒരു ചങ്ങാതി ഇരിക്കുന്നു. മാനവர்கள் വന്നിട്ട് ചോദിച്ചു, മാ അൻത, എന്താ നീ? അപ്പൊ ഇർബ് അപ്പൊ എന്ത് ഇർബടാ? അപ്പൊ പറഞ്ഞു ജിന്നുകളോട് ഒരാളാണ്. കയ്യിലുള്ള ചാട്ടവാരം കൊണ്ട് താലക്കൊരടി കൊടുത്തു. പിന്നെ പോയവൻ കണ്ടിട്ടില്ല. അപ്പോൾ ജിന്നുകൾ പല രൂപത്തിലും പല വിധത്തിലും ജിന്നുകൾ വരും.